ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാധികയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് രാധികയും മുത്തശ്ശിയും യശോദയും. എന്നാൽ വീട്ടിലെത്തിയ പടെ വല്ലാത്തൊരു ദേഷ്യത്തോടെ അങ്ങോട്ട് പോടി എന്ന് പറഞ്ഞ് മുത്തശ്ശി രാധികയെ പിടിച്ച് ഒരൊറ്റ തള്ള്. രാധിക ആ തറയിലേക്ക് പോയി വീഴുന്നുണ്ട്. നീ ആരാടി? പുരാണ കഥയിലെ ദേവകന്യകയോ? ക്ഷേത്രമുറ്റത്ത് വെച്ച് നീ ഒരു കള്ളക്കഥ പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള മണ്ടന്മാരാണോ നിനക്ക് ചുറ്റുമുള്ളത്? ഭഗവാൻ താലി കെട്ടിപ്പോലും. അതിന് മാത്രം മഹത്വം എന്താടി നിനക്ക്? തന്തയും തള്ളയും ഇല്ലാത്തതോ, അതോ വളർത്തിയ തന്തയും തള്ളയും ചതിച്ചതോ? നീ എന്നെക്കുറിച്ച് ചിന്തിക്കണ്ട, എന്നെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട. ആറ്റുവാശ്ശേരിയുടെ അഭിമാനവും നിനക്ക് പ്രശ്നമല്ല. പക്ഷെ നീ എപ്പോഴും പറയാറില്ലേ, ദൈവത്തിനെ പോലെയാണ് ദേവനാരായണൻ നിനക്കെന്ന്. അവൻ ചാകണോ ജീവിച്ചിരിക്കണോ എന്ന് ആലോചിച്ചിട്ടുണ്ടോടി നീ എന്ന് പറഞ്ഞ് രാധികയെ ഉപദ്രവിക്കുകയാണ് മുത്തശ്ശി. മുടിയിൽ പിടിച്ച് അമർത്തി വലിക്കുന്നു. നിന്റെ കണ്ണീര് ഇനി ഈ വീടിനകത്ത് വീഴാൻ പാടില്ല. നിന്റെ മനസ്സിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ പ്രിയങ്കമ്മളുടെ ജീവിതം ഇല്ലാണ്ടാക്കാൻ അല്ലേ? നീ കൃത്യസമയത്ത് വിളിച്ച് വരുത്തിയല്ലോ അവനെ. എല്ലാം ഇട്ടെറിഞ്ഞ് അവൻ ഓടി വന്നല്ലോ. എന്നിട്ട് പിന്നെ എന്താടി നിന്നെ കെട്ടാൻ വന്നവൻ്റെ കൈക്ക് പിടിക്കാഞ്ഞതവൻ? അതുകൂടി ചെയ്തിരുന്നെങ്കിൽ നിനക്കെല്ലാം പൂർത്തിയാക്കാമായിരുന്നില്ലേ? യശോദയുടെ മുത്തശ്ശി പറയുന്നു, പാല് കൊടുത്ത കൈക്ക് ഇവള് തിരിച്ചു കൊത്തുമെന്ന് ഞാൻ പറയുമ്പോഴൊക്കെ അമ്മയുടെ ദേഷ്യം നിയന്ത്രിക്കണമെന്നല്ലേ നീയൊക്കെ പറഞ്ഞിരുന്നത്? അല്ലാതെ ഇവളെ നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ചില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിനും ഈ ഗതി വരുമായിരുന്നു യശോദേ. ഇനി നിങ്ങൾ എങ്ങനെ പുറത്തിറങ്ങും? ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? എല്ലാം നശിപ്പിച്ചില്ല ഇവളൊരുത്തി. ദേഷ്യത്തോടെ യശോദ രാധികയോട് പറയുന്നു, നിനക്ക് തൃപ്തിയായോടി? നിന്നെ ന്യായീകരിച്ചതിനും സ്നേഹിച്ചതിനുമാണ് ഞാനിപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. അച്ഛനെ അമ്മയെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എങ്ങനെയാടി നിനക്കിതിന് സാധിച്ചത്? എന്ത് തെറ്റാ നിങ്ങളോട് ഞങ്ങൾ ചെയ്തത്? ഈ അവസ്ഥയിൽ നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കത് മനസ്സിലാവില്ല. എനിക്കും മുത്തശ്ശിക്കും ഇതുവരെ നടന്നെത്താനുള്ള ആരോഗ്യമെങ്കിലും ഉണ്ടായിരുന്നു. അവിടെ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും? ബഹുമാനത്തോടെ തൊഴുതു നിന്നവര് അവരൊക്കെ ആക്ഷേപിക്കില്ലേ ആ മനുഷ്യനെ? നാണം കെട്ടവനെന്ന് മുദ്ര കുത്തില്ലേ? അതിന് ദേവൻ വഴിയിൽ തളർന്നു വീണാലോ ചത്തുപോയാലോ ഇവൾക്കെന്താ? ഇവള് ജയിച്ചില്ലേ? ഇവളുടെ മനസ്സിൽ തീരുമാനിച്ചതൊക്കെ നടന്നില്ലേ? എൻ്റെ മുത്തശ്ശി, ഈ ശാപം നിന്നെ വിട്ട് ഒഴിയില്ല മോളെ. ഇനി എത്രയൊക്കെ സഹിക്കാൻ തീരുമാനിച്ചാലും ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നീ തന്ന വേദനയുണ്ടല്ലോ, അത് നിന്റെ തലയിൽ വീണിട്ടുണ്ട്, അത് ശാപമായി വീണിട്ടുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് യശോദ അവിടേക്കിരിക്കുന്നു. ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക. ഇവൾക്ക് ഈ ഇരിപ്പിനും ഈ കരച്ചിലിനൊക്കെ അർഹതയുണ്ട്. ഇതുകൊണ്ടാണ് ചോര കുഞ്ഞായിരുന്നു നിന്നെ കണ്ടപ്പോൾ മുതൽ കളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞത്. നിന്റെയൊക്കെ രക്തഗുണം അതല്ലേ? പിഴച്ചു പോയ ഒരു തളയ്ക്ക് നേരെ ചെവിയുള്ള ഒരുത്തി എങ്ങനെ ജനിക്കാനാ? ഇതെല്ലാം കണ്ട് തിരിച്ചു പോയ കണിമംഗലത്തുകാരെ പ്രിയങ്കയുടെ കാര്യത്തിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും തീരുമാനം എടുത്താൽ നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ കരണത്തടിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. വേണ്ട എന്ന് യശോദ പറഞ്ഞെങ്കിലും യശോദയെ വഴക്ക് പറയുകയാണ് മുത്തശ്ശി. ഇനിയും ന്യായീകരിക്കുകയാണോ? ഉള്ള ജീവനും കൂടി ഇവൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മുത്തശ്ശി അകത്തേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് രാധിക നിൽക്കുന്നു. അമ്മ എന്ന് പറഞ്ഞ് യശോദയുടെ കയ്യിൽ പിടിച്ച് കരയുകയാണ് രാധിക. എനിക്ക് വേറൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ നാവിൽ ഭഗവാൻ അപ്പോൾ അങ്ങനെയാ തോന്നിപ്പിച്ചത് എന്ന് രാധിക. വേണ്ട, ഭഗവാനെ കൂടി കളങ്കപ്പെടുത്തണ്ട. നീ ഉച്ചരിച്ചാൽ ആ നാവും കൂടി കളങ്കപ്പെടും, കേട്ടോടി എന്ന് പറഞ്ഞ് യശോദ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ശേഷം കാണിക്കുന്നത് വരുണും പ്രിയങ്കയും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. രാധിക മനസ്സറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. മറ്റൊരാളുടെ താലി അവളുടെ കഴുത്തിൽ വീഴാതെ എന്നെ സംരക്ഷിച്ചത് അതുകൊണ്ട് മാത്രമാണ്. അവൾക്ക് എന്നെ മറക്കാൻ പറ്റില്ല. അവൾക്ക് മറ്റൊരാളുടെ ഭാര്യയാകാൻ സാധിക്കില്ല. അവൾ എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് അവൾ തന്നത് എന്നൊക്കെ വരുൺ മനസ്സിൽ വിചാരിക്കുന്നു. പ്രിയങ്ക പറയുന്നു, വരുൺ, ക്ഷേത്ര നടയിൽ വെച്ച് ചേച്ചി ചെയ്തത് ആർക്കും പൊറുക്കാൻ കഴിയാത്ത കാര്യമാണ്. അച്ഛനും അമ്മയും അത് എങ്ങനെ അതിജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ വരുൺ, ഒരു കാര്യത്തിലും ഇടപെടാൻ പോകരുത്. ഇനി ചേച്ചിയോട് ഒരു വാക്കുപോലും മിണ്ടാൻ നിൽക്കരുത്. ഞാൻ ആരോട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിന് തൻ്റെ ഉപദേശം എനിക്ക് വേണ്ടെന്ന് വരുൺ പറയുന്നു. ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നത് ചേച്ചി സ്വയം തീരുമാനിച്ചെടുത്തതാണോ, അതോ ആ തീരുമാനത്തിന് പിന്നിൽ വരുണുണ്ടോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു, ഇതൊന്നും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ജീവിതം പങ്കുവയ്ക്കേണ്ട കരാറൊന്നും നമുക്കിടയിലില്ല. പിരിയാനുള്ള കരാറ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഒരു കരാറിൻ്റെ പേര് പറഞ്ഞ് എന്നെ അത്ര വില കുറഞ്ഞവളായി കാണണ്ട. ഇനി വരുൺ ആറ്റുവാശ്ശേരിയിലേക്ക് പോവില്ല. എൻ്റെ കുടുംബത്തിലുള്ള ആരെയും കാണില്ല. ചേച്ചിയുമായി സംസാരിക്കില്ല. ഇത് എൻ്റെ തീരുമാനമാണെന്ന് പ്രിയങ്ക. നിന്റെ തീരുമാനം അനുസരിക്കാൻ ഞാൻ നിന്റെ വളർത്ത നായിയൊന്നുമല്ല. പിന്നെ വിവാഹ മണ്ഡപത്തിൽ താലി നിഷേധിച്ച ഒരു പെണ്ണ് ലോകത്തിലെ ഏറ്റവും മോശമാണെന്ന് കരുതണ്ട. വിവാഹ മണ്ഡപത്തിൽ താലി കെട്ടിയവൾക്ക് പകരം കയറി നിന്നവളെ എന്ത് വാക്ക് വെച്ചാൽ നീ വിശേഷിപ്പിക്കുന്നത്? അതല്ലേ നീ എന്നോട് ചെയ്തത്? നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത് ആ ഒരൊറ്റ സംഭവമാണ്.
അതിന്റെ കാരണക്കാരി നീയാണ്. മറ്റുള്ളവരെ കുറ്റം പറയാൻ നാം ഉയർത്തുന്നതിന് മുമ്പ് സ്വന്തം കുറ്റങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ, മനസ്സിലായോ? എന്നെ വരുൺ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്നെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പാട്ടിന്റെ സൗണ്ട് കൂട്ടിവെച്ചു. എനിക്ക് അല്പം മനസ്സമാധാനം വേണം. ഒന്നുകിൽ തനിക്ക് ഇറങ്ങിപ്പോകാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം എന്ന് വരുൺ. നമ്മൾ തനിച്ചില്ല, ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ വീട്ടുകാരെ ചുറ്റും വേണം. ഞാൻ കാണിച്ചു തരാമെന്ന് പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് തിരുമേനിയുടെ വീട്ടിൽ രാത്രിയിലായിരിക്കുന്നു. തന്ത്രിയാണെങ്കിൽ കിടക്കുകയാണ്. അദ്ദേഹം അവിടെ നടന്ന ആ ക്ഷേത്രത്തിൽ നടന്ന സംഭവം തന്നെയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നത്. രാധിക ഇപ്പോൾ തന്ത്രിയുടെ അരികിലേക്ക് വന്നു. തന്ത്രിയുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ് രാധിക. കാലിൽ പിടിച്ച് നിന്ന് കരയുന്നു. എന്നിട്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്നു. ഒന്നും മിണ്ടാതെ തന്ത്രി അവിടെ എഴുന്നേറ്റിരിക്കുകയാണ്. അച്ഛന് എന്നെ ശപിക്കാൻ തോന്നില്ലേ എന്ന് രാധിക ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ അഭിമാനം, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാണ്ടാക്കിയില്ലേ? എന്നെ പോലൊരു വില കുറഞ്ഞ ജന്മത്തിനെ വളർത്തിയതിൻ്റെ പേരിൽ നാണക്കേട് തോന്നില്ലേ അച്ഛന്? കുഞ്ഞുനാളിൽ കണ്ടെത്തിയപ്പോൾ തന്നെ വലിച്ചെറിയാൻ തോന്നിയില്ലേ അച്ഛന്? ഇടയിൽ എപ്പോഴെങ്കിലും ഇവൾ ചത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിച്ചില്ലേ? ഇരിക്കട്ടെ, തന്ത്രി പറയുന്നു, ദേവനാരായണൻ ഒരു ചെറിയ മനുഷ്യനാണ്, പക്ഷേ അയാളുടെ മനസ്സിൽ വലിയൊരു ലോകമുണ്ടായിരുന്നു. അത് മുഴുവനും നീയാണെന്ന് പറയുന്നുണ്ട്. ഇരിക്കട്ടെ, രാധിക പൊട്ടിക്കരയുന്നു. എൻ്റെ പ്രിയങ്കമോളേക്കാൾ ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്. നിന്നെ വെറുക്കാനും ശപിക്കാനും എനിക്ക് പറ്റുന്നില്ല മോളെ എന്ന് കരഞ്ഞുകൊണ്ട് തന്ത്രി പറയുന്നു. ദൈവം അതിനുള്ള കരുത്തും കൂടി എനിക്ക് തരുന്നില്ലല്ലോ എന്ന് പറയുന്നു. അച്ഛാ, എനിക്ക് ഇവിടെ നിന്നും പോണ്ട എന്ന് പറഞ്ഞ് തന്ത്രിയുടെ തോളിൽ ഇങ്ങനെ ചാരിയിരുന്ന് കരയുകയാണ്. എനിക്ക് അച്ഛനും അമ്മയും വിട്ടു പോകാൻ സാധിക്കുന്നില്ല. ഭർത്തൃമതിയായി ജീവിക്കുന്നത് മാത്രമാണോ ജീവിതം? അവർക്ക് തനിച്ചും ജീവിച്ചൂടെ? ഭഗവാനെ സ്നേഹിച്ചൂടെ? ശിഷ്ടകാലം മുഴുവനും അതിനുവേണ്ടി മാറ്റിവെച്ചൂടെ? അച്ഛൻ എത്ര കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാൻ മാത്രമാണ് ജീവിതം എന്ന് ചിന്തിച്ച എത്രയെത്ര പെണ്ണുങ്ങളുടെ കഥ. അവരുടെ സ്വപ്നങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചില്ലേ? ഓർമ്മകൾ ഒതുക്കി വെച്ചില്ലേ? അതുപോലെ ഒരു ജീവിതം അത് പോരെ അച്ഛ എനിക്ക് രാധിക പറയുന്നു. അച്ഛൻ പറഞ്ഞു തന്ന ജീവിതം അത് വെച്ച് തന്നെ അച്ഛനെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോളെ നീ എന്നെ തന്ത്രി പറയുമ്പോൾ രാധിക പറയുന്നു, ചെയ്ത തെറ്റിന് പരിഹാരമായിട്ട് ഈ ജീവൻ തന്നെ ഉപേക്ഷിക്കണമെന്ന് അച്ഛൻ പറഞ്ഞോളൂ. അച്ഛൻ അവകാശപ്പെട്ടതാണ് ഈ ജീവൻ. തന്ത്രി പറയുന്നു, ജനനം മാത്രമല്ല മരണവും ദൈവത്തിൻ്റെ കഴിവാണ്. പക്ഷേ ദൈവം ആ കഴിവ് എന്നോട് കാണിച്ചില്ലെന്ന് പറയുമ്പോഴും രാധിക കരയുന്നു. ഉണ്ടായിരുന്നെങ്കിൽ വീണുപോയ നടയിൽ നിന്ന് ജീവനോടെ ഞാൻ എഴുന്നേൽക്കില്ലായിരുന്നു. നാളെ ക്ഷേത്രത്തിൽ ദേവപ്രശ്നത്തിൻ്റെ ആൾ എത്തുന്നുണ്ട്. ദേവന്റെ ചൈതന്യം. ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ ചർച്ചയ്ക്കെടുക്കും. ഇതുവരെ നടന്ന ദേവപ്രശ്നങ്ങളിലെല്ലാം എല്ലാവരുടെയും മുന്നിൽ തലയെടുപ്പോടെ നിന്നാണ് ഞാൻ. നാളെ ഞാൻ കുനിഞ്ഞു നിൽക്കും. ഒരാളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ ദേവനാരായണൻ തിരുമേനി തോറ്റവനെ പോലെ. ജന്മശാപമാണ് അല്ലേ? കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു, അച്ഛൻ്റെ ജന്മത്തിന് ഒരു ശാപവും ഇല്ല. ശാപം എനിക്കാണെന്ന്. പൊയ്ക്കോ, എൻ്റെ മോള് പൊയ്ക്കോളൂ, എനിക്ക് ഈ സംസാരം തുടരാൻ താല്പര്യമില്ല എന്ന് തന്ത്രി പറയുന്നു. ഇടർന്ന വാക്കുകളിൽ എപ്പോഴെങ്കിലും എൻ്റെ മോളെ ഞാനൊന്ന് ചീത്ത പറഞ്ഞു പോയാൽ പിന്നെ ഈ ജന്മം ഞാൻ സമാധാനമായിട്ടിരിക്കില്ലെന്നും പറയുന്നുണ്ട് അദ്ദേഹം. ഇത് കേട്ട് വീണ്ടും പൊട്ടിക്കരയുകയാണ് രാധിക. അച്ഛൻ്റെ കാൽക്കൽ ഇരുന്ന് കരയുന്നു. ആ സമയം യശോദ അവിടേക്ക് വന്നു. യശോദ ദേഷ്യത്തോടെ നോക്കുകയാണ് രാധികയെ. അങ്ങനെ രാധിക അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. യശോദ വന്ന് തന്ത്രിയുടെ അരികിലിരുന്നു. പൂജാവിധികൾ പാലിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ നിഷേധിക്കാൻ കഴിയില്ല. അവളുടെ തീരുമാനത്തിന്റെ കാരണം എന്തായാലും അത് ശരിയായിരുന്നു എന്നുള്ള സൂചനയാണ് ഉണ്ടാകുന്നത്. നേരെ പുലരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല യശോദേ, പക്ഷേ എനിക്ക് ഒരിക്കലും വെറുക്കാനാകില്ല എൻ്റെ മോളെ. ഇത് കേട്ട് യശോദയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാധിക ഓടി കണ്ണൻ്റെ മുന്നിലേക്ക് പോവുകയും ആ ചെറിയൊരു കൃഷ്ണ വിഗ്രഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതെടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, കൃഷ്ണ, എല്ലാ പരീക്ഷണങ്ങളും എനിക്ക് തന്നോളൂ, പക്ഷേ അച്ഛനെ വേദനിപ്പിക്കരുത്. അച്ഛന് കരുത്ത് കൊടുക്കണം. ഇന്നത്തെ ഈ രാത്രിയിൽ എൻ്റെ ഈ വിലക്കെട്ട ജീവൻ ഇല്ലാതാക്കുന്നതല്ലേ നല്ലത്? അതിൻ്റെ ഒരു സന്തോഷം അടിയന് വേറെ ഒന്നുമില്ല എന്നും രാധിക പറഞ്ഞിട്ട് ആ വിഗ്രഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ. പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും ആ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ആ കുട്ടി അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾക്ക് നിങ്ങളും സാക്ഷിയല്ലേ എന്ന് ഇത് കേട്ട് പത്മിനി പറയുന്നു, അതെ, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച്. പക്ഷെ ആ കുട്ടി അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്നില്ലാത്ത വലിയൊരു മണി വെച്ച ശംഖിൻ്റെ ശബ്ദം വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. എല്ലാം ഭഗവാന്റെ മായ, അല്ലാതെ എന്ത് പറയാനായെന്ന് മുത്തശ്ശിയും പറയുന്നു. ആ കുട്ടിയുടെ വിധി വേറെ എന്തോ ആണ്, അതല്ലേ അതിനർത്ഥമെന്ന് മുത്തശ്ശി. അമ്മേ, ദൈവം മാത്രമാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന ആളാണ് ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബം.
അതിന് പേരിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംസാരം ഉണ്ടാകാനോ അവരോട് അതിനെപ്പറ്റി എന്തെങ്കിലും പാടില്ല. പത്മിനിയോട് പറയുന്നുണ്ട്, കൽപ്പനയോടും ഉർവശിയോടും പ്രത്യേകം പറഞ്ഞേക്കണം, അവർക്കായിരിക്കും സംസാരിക്കാൻ താല്പര്യമെന്ന്. ശേഷം കാണിക്കുന്നത് വരുണും പ്രിയങ്കയും കരാറിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അത് എനിക്ക് മാത്രം ബാധകമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അത് നിനക്ക് മാത്രമാണ് ബാധകം, കാരണം നീ വലിഞ്ഞു കയറി വന്നവളാണെന്ന് വരുൺ. അച്ഛൻ്റെ ജീവൻ നിലനിർത്താനും അമ്മയുടെയും മുത്തശ്ശിയുടെയും കണ്ണുനീര് തുടയ്ക്കാനും വലിഞ്ഞു കയറി വന്നവളെ ആവശ്യമുണ്ടായിരുന്നു അല്ലേ? അല്ലാത്ത നേരത്തൊട്ടുമില്ല എന്ന് പ്രിയങ്ക. എന്താ നിനക്ക് വേണ്ടത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക ചേച്ചിയുമായി കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന് പ്രിയങ്ക പറയുന്നു. അതിൻ്റെ കാര്യം വരുൺ അറിയണ്ട എന്നും പറയുന്നു. അറിയണ്ടാത്ത ഒരു കാര്യത്തിന് എനിക്ക് വാക്ക് തരാൻ കഴിയില്ല എന്ന് വരുൺ. ചേച്ചി ഈ വിവാഹം മുടക്കാൻ ശ്രമിച്ചത് ആരുടെ നിർദ്ദേശത്തിലാണ് അത് പറയുന്നു പ്രിയങ്ക ചോദിക്കുന്നു. അപമാനിക്കപ്പെട്ടതും തല കുനിച്ച് നിൽക്കപ്പെടേണ്ടി വന്നതും എൻ്റെ കുടുംബമാണ്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്കൊരല്പം സ്വസ്ഥത വേണമെന്ന് എന്നൊക്കെ വരുൺ പറയുന്നു. ഞാൻ പോകില്ല, ഈ മുറിയിൽ നിന്ന് പോകില്ല എന്ന് മാത്രമല്ല വരുണും ഈ മുറിയിൽ നിന്ന് പുറത്ത് പോകില്ല എന്ന് പ്രിയങ്ക. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് കൽപ്പന അവിടേക്ക് വരുന്നുണ്ട്. എന്നെ ഈ മുറിയിൽ തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ പറ്റും, പിരിയുന്നത് വരെ എൻ്റെ പദ്ധതി ഭാര്യ എന്ന് തന്നെയാണ്, ആ അധികാരം പ്രവർത്തിക്കാൻ എനിക്കും അറിയാമെന്ന് പ്രിയങ്ക. അങ്ങോട്ട് മാറാനാ പറഞ്ഞത് എന്ന് വരുൺ. ഈ മുറിയിൽ നിന്ന് വരുൺ പുറത്ത് പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല എന്ന് പ്രിയങ്കയും പറയുന്നു. നിന്നോടാ പറഞ്ഞത് മാറാൻ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് വരുൺ. പ്രിയങ്കയാണെങ്കിൽ മാറുന്നതുമില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.